രാധേ രാധേ. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് നമ്മുടെ സ്മിത മാതാജിക്ക് പ്രത്യേകം നന്ദി പറയാണ്. കേൾക്കില്ലേ? എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. സ്മിത മാതാജി ഇത്രയും നന്നായിട്ട് സംഘടിപ്പിച്ചു. ഇത്രയും ഭക്തന്മാരെ മാതാജി പറഞ്ഞ് കേട്ട് എല്ലാവരും നാമം ജപിക്കുന്നുണ്ട് അല്ലേ? ഭാഗ്യമുള്ളവരാണ് എല്ലാവരും. സ്മിത മാതാജിക്കും ഭഗവാന്റെ നല്ല അനുഗ്രഹമുണ്ട് അല്ലേ? ആളുകൾ പറയുമ്പോഴേക്കും എല്ലാവർക്കും അത് സ്വീകരിക്കാൻ തോന്നുന്ന അതൊരു ഭാഗ്യമല്ലേ? അപ്പോൾ എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും നന്ദി, സന്തോഷം. ഹരേ കൃഷ്ണ. ജയ രാധ ജയ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം ദീനബന്ധു
दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधाकान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे जयपदाग स्वामिन् इति नामिने। नमः आचार्यपादाय नित्याय कृपाप्रदायिने गौरकदादामदाय नगरग्रामतारिणे। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. കുറേ മാതാജിമാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഓൺലൈനിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കുറച്ച് പേർക്ക്. ഹരേ കൃഷ്ണ. അവിടെ ഇരിക്കുന്ന എല്ലാം എൻ്റെ സീനിയർ ഭക്തന്മാരാണ്. മുൻപ് ക്ലാസ് എടുത്തത് ഒരുപാട് സീനിയറാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് 10-40 വർഷമൊക്കെ ആയിട്ട് ഗൾഫിലൊക്കെ പ്രഭു നല്ലോണം സേവ ചെയ്യുന്ന പ്രഭുവാണ് നിങ്ങൾക്ക് ഗോവർദ്ധന ലീല പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു അവസരം കിട്ടിയത് വളരെ മഹാഭാഗ്യമാണ്. കേൾക്കണില്ലേ? എല്ലാവർക്കും കേൾക്കണില്ല? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ എൻ്റെ കുറേ സീനിയർ ഭക്തന്മാരുണ്ട്. അവരൊക്കെ അനുഗ്രഹമാണ് എനിക്ക്. അല്ല, അവരൊക്കെ അത്രയധികം ഭക്തിയുത സേവനം ചെയ്ത് പറഞ്ഞാൽ എന്താ പറയുക, ഗോലോക പ്രാപ്തിയിൽ എത്തിയിരിക്കുന്ന പ്രമുഖന്മാരും മാതാജിമാരാണ്. അവരുടെയൊക്കെ മേഴ്സി കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നത് അല്ലേ? പിന്നെ നമ്മുടെ പ്രമുഖന്മാർക്കൊക്കെ നന്ദി. അവരുടെ മേഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുറേ തെറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. പിന്നെ നമ്മുടെ സ്മിത മാതാജി അല്ലേ, വളരെയധികം എഫേർട്ട് എടുത്ത് ഇത്രയും ഭക്തന്മാർ, ഇത്രയും നല്ല മാതാജിമാരാൾ കോർഡിനേറ്റ് ചെയ്തു. എല്ലാം നല്ല മാതാജിമാർ. അല്ലാണ്ട് ഭഗവാനെ സ്വീകരിക്കാൻ പറ്റില്ല ആർക്കും അല്ലേ? കൃഷ്ണ ഭഗവാന്റെ ഒരു കാര്യം പറഞ്ഞത് കേൾക്കാൻ താല്പര്യമുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരികയില്ല. അവർക്ക് 100 പൈസ സമയമായിട്ടില്ല എന്ന് പറയും. നമ്മൾ ഒരുപാട് പേരെ വിളിക്കുമ്പോൾ പറയും അവർക്ക് സമയമായിട്ടില്ല. ഇനിയിപ്പോൾ പൈസ 75,000 പറയും സമയമായിട്ടില്ല എന്ന്. അതിൻ്റെ ഇടയ്ക്കാണ് മാതാജി ഈ കലിയുഗത്തിൽ ഇങ്ങനെ അല്ലേ ഇത്രയും നല്ല മാതാജിമാരെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെയും പ്രഭുപാദിൻ്റെയും ഗുരുമാരാജിൻ്റെയും നല്ല മേഴ്സി ആ മാതാജിക്കുണ്ട്. ഈ സീനിയേഴ്സിൻ്റെ ഒക്കെ മേഴ്സി മാതാജിക്കുണ്ട്. അതുകൊണ്ടാണ് അത് സാധിക്കണം. അല്ലെങ്കിൽ സാധിക്കില്ല, ഉറപ്പായിട്ടും സാധിക്കില്ല.
അപ്പോൾ നമ്മള് ഗോവർദ്ധന ലീലപ്രഭു പറഞ്ഞല്ലോ അല്ലേ. 12 നാമങ്ങളാണ് നമ്മുടെ കലണ്ടറിൽ ഓരോ മാസം. നമ്മളിപ്പോൾ മലയാളത്തിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്ന് പറഞ്ഞ പോലെ അവിടെ എന്താണ് കേശവ മാസം, നാരായണ മാസം, മാധവ മാസം, ഗോവിന്ദ മാസം, കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ. ശ്രീധര മാസം, ഋഷികേശ മാസം, അങ്ങനെ ആ മാസങ്ങൾ വന്നിട്ട് ഈ ഒക്ടോബർ മാസം എത്തിയപ്പോൾ ആ മാസത്തിന്റെ പേരെന്താ? ദാമോദര മാസം. ദാമോദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിടുക്കികൾ മാതാജി എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തില്ലേ. ഉദരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉദരം വയർ അല്ലേ. വയറില് കയറ് കെട്ടിയ കൃഷ്ണ ഭഗവാന്റെ ആ ഉണ്ണി രൂപം അല്ലേ. ആ രാധേ രാധേ അല്ലേ. കൃഷ്ണന്റെ ഒരു പേരും കേൾക്കില്ല. അരെ രാധേ രാധേ മാതാജി രാധേ രാധേ എന്ന് പറയാ. ഹോൺ മറ്റേ റിക്ഷയുടെ ഹോണ് പോലും അടിക്കില്ല അവര്, രാധേ രാധേ എന്ന് പറയാ. അങ്ങനെ അവര് രാധയുടെ ഒരു ബോധത്തിലാണ് എല്ലാവരും. വെച്ചാൽ കൃഷ്ണ ഭഗവാനെ അടക്കി ഭരിക്കുന്ന ആരാണ്? രാധാറാണി അല്ലേ. അപ്പൊ ആ രാധയുടെ വിളിച്ചാലേ നമുക്ക് ആരെ ഭഗവാനെ കിട്ടുള്ളൂ. രാധയുടെ മേഴ്സി ഉണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണനെ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് രാധയെ നമ്മുടെ വൃന്ദാവനത്തിൽ വിളിക്കുന്നത്. ആ വൃന്ദാവനത്തിലെ ഒരു സ്ഥലമാണ് ഗോകുലം. ഗോകുലത്തില് യശോദയുടെ നന്ദ മഹാരാജന്റെ മകനായിട്ടാണ് കൃഷ്ണ ഭഗവാൻ അവിടെ അല്ലെ താമസിക്കുന്നത്. അപ്പൊ എവിടെ ഭഗവാൻ ജനിച്ചത്? എവിടെയാ? മധുരയിലെ ജയിലില്. ആരച്ഛനമ്മയായിരുന്നേ? വസുദേവരും ദേവകി മാധവും അല്ലെ. അവിടെയാണ് ജനിച്ചത്. പിന്നെ എന്താ ഭഗവാൻ ഇവിടെ പോരാൻ കാരണം? ഗോകുലത്തിലേക്ക് പേടിച്ചു പോകുന്നതാണോ? പിന്നെന്താ പോകുന്നത്? അനുഷ്ഠിച്ച്. ഹരേ കൃഷ്ണ. അപ്പോ നമ്മുടെ ദേവകി മാതാവും വസുദേവരും തപസ് ചെയ്തിരുന്നു. അതിൽ അവരും തപസ് ചെയ്തു. അവരുടെ മുന്നിലും ഭഗവാൻ പ്രത്യക്ഷനായി. അവരെന്ത് ചോദിച്ചു? ഭഗവാന്റെ ബാല്യലീലകൾ ഞങ്ങൾക്ക് കണ്ട് ആസ്വദിക്കണം എന്ന് പറഞ്ഞു. ഈ 2 വരങ്ങൾ നടപ്പിലാക്കാനാണ് ഭഗവാൻ ഈ ചെയ്തത്. കംസൻ വിചാരിച്ചു കംസനെ പേടിച്ചു പോകണത് അല്ലേ. ഭഗവാൻ പേടിയുണ്ടാവും. സ്വയം ഭയം പോലും ഭഗവാനെ പേടിക്കും. ഭയം എന്നുള്ളൊരു മൂർത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ഭഗവാന്റെ ഒരു പിരികക്കൊടിയുടെ ചലനം കണ്ട് പേടിച്ചു പോണ ആളാണ് അല്ലെ ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിന് ഒരു പ്രപഞ്ചത്തിൽ ഒന്നിനെയും പേടിയില്ല. പക്ഷേ അദ്ദേഹം ഭക്തന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആടാണ് അല്ലെ. ഭക്തന്മാർക്ക് വേണ്ടി അവിടെ ജനിച്ച് അവിടെ ഇങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ അതാണ്. അപ്പൊ ഗോകുലത്തിലേക്ക് അതുകൊണ്ടാണ് അവർ വന്നത് അല്ലെ. ഗോകുലത്തിലേക്ക് വന്നു. നന്ദ മഹാരാജാവിന്റെ യശോദരയും വീട്ടിൽ വന്നു. അങ്ങനെ ഉണ്ണിയായി ജനിച്ച് 3 വയസ്സൊക്കെ ആയി ഭഗവാൻ. ഓരോ വയസ്സിലും ഇങ്ങനെ ഓരോ രാക്ഷസന്മാരൊക്കെ വരുന്നുണ്ട്, അത് കൊല്ലുണ്ട് അല്ലെ. അതൊക്കെ പൂതന വന്നു, അതൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി 3 വയസ്സായപ്പോൾ ഉണ്ടായ ലീലയാണ് ദാമോദര ലീല. ഭഗവാൻ 3 വയസ്സായപ്പോൾ കൃഷ്ണനും ബലറാമും നടക്കാനൊക്കെ തുടങ്ങിയില്ലേ. നന്നായി നടക്കാൻ തുടങ്ങി. അപ്പൊ അയൽ വീടുകളൊക്കെ പോയിട്ട് വെണ്ണ മോഷ്ടിക്കാൻ തുടങ്ങി. ഇവരുടെ മെയിൻ പരിപാടി എന്താ? രാവിലെ തുടങ്ങി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷ്ണന്റെ ഒരേ ഒരു ജോലി എന്താണ്? ഏത് വീട്ടിൽ പോയിട്ട് വെണ്ണ മോഷ്ടിക്കണം എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ മോഷ്ടിച്ചെടുക്കുക, എന്നിട്ട് നുണ പറയാ. എന്താണ്? ഞാൻ എടുത്തിട്ടേ ഇല്ല വെണ്ണ, ഞാൻ കണ്ടിട്ട് പോകില്ല എന്ന് പറയും അല്ലേ. അങ്ങനെയാണ്. അപ്പൊ ഓരോ വീട്ടിലും എന്തിനെങ്ങനെ പോണത് മോഷ്ടിക്കാനായിട്ട്? ആ ഗോപിമാര് മുഴുവൻ സാധാരണക്കാരല്ല അല്ലേ. എത്രയോ ജന്മങ്ങൾ തപസ് ചെയ്തുള്ള ഋഷിമുനിമാരാണ് ഈ ഗോപികരായിട്ട് അവിടെ വന്നിരിക്കുന്നത്. അവരെന്താ കാണുന്നത്? ഉണ്ണിക്കണ്ണനല്ലേ വെണ്ണ കൂട്ടാനും അമ്മയാവാനെന്നുള്ള ബോധ്യ കൊണ്ടാണ് അവരുടെ ഗോപിയുടെ രൂപത്തിൽ ജനിച്ചിരിക്കുന്നത്. അപ്പൊ അവര് മുഴുവൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇന്ന് കൃഷ്ണൻ വന്നിട്ട് ഞങ്ങളുടെ വെണ്ണ കഴിക്കണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വെണ്ണ ഉണ്ടാക്കി അവിടെ ഉള്ളിൽ ഒളിച്ച് വെക്കിയിട്ട് ഇവര് ഒളിച്ചു നിൽക്കും. ഭഗവാൻ എങ്ങനെ നടന്നു വന്ന ആ 3 വയസ്സിലെ കുട്ടി നടക്കുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കില്ല. അത് നടന്നു വന്നത് കട്ടെടുത്ത് ഇങ്ങനെയൊക്കെ നോക്കി എടുത്ത് തിന്നിട്ട് കാണുമ്പോൾ ഇവര് ആസ്വദിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവര് പരാതി പറയും. യശോദരടുത്ത് പോവും. ഇതൊരു ലീലയാണ് അല്ലെ. പോയിട്ട് എന്ത് പറയും? യശോദ നിന്റെ മകൻ ഞങ്ങളുടെ വെണ്ണയെ കഴിക്കണം. അതൊരു അഹങ്കാരത്തിൽ പറയണത്. ഞങ്ങളുടെ വെണ്ണയാണ് നിന്റെ ഉണ്ണി കഴിക്കുന്നത് അല്ലെ. ഞങ്ങൾ അത്രയും ഭാഗ്യവതിയാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. അപ്പൊ യശോദ പറയും അങ്ങനെയൊന്നും ഇല്ല, എന്റെ ഉണ്ണിക്ക് ഇവിടെ വെണ്ണ ഇല്ലാത്തൊരു സംഭവം ഇല്ല അല്ലെ. നിങ്ങൾ വെറുതെ നുണ പറയണം. അപ്പൊ ഉണ്ണിക്കണം അതന്നെ നുണ പറയാനവര്. ഞാൻ എടുത്തിട്ടേ ഇല്ല വെണ്ണ, കട്ടിട്ടേ ഇല്ല എന്ന് പറയും. ഒരു ഗോപി ഒരു ദിവസം നിന്റെ കൈയോടെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ വെണ്ണ എടുക്കുന്ന സമയത്ത് എടുത്ത് പിടിച്ച് കൈ പിടിച്ച് കൊണ്ടുവന്നു യശോദയുടെ അടുത്ത്. അപ്പൊ യശോദ നോക്കിക്കോ, നീ ഇപ്പൊ നോക്ക്, നിന്റെ ഉണ്ണി വെണ്ണ കട്ടോ ഇല്ലേ നീ നേരെ കണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ യശോദ ഇത് കണ്ടിട്ട് ചിരിക്കാനാ തുടങ്ങി. അപ്പൊ നീ എന്തിനാ ചിരിക്കണത്? നീ നിന്റെ മകനെ കൊണ്ടുവന്നിരിക്കണത്, അല്ലാതെ കൃഷ്ണനല്ലാതെന്ന് പറയും. അപ്പൊ ഈ ഗോപി നോക്കുമ്പോൾ ആരത്? കൃഷ്ണനല്ല, ആ ഗോപിയുടെ മകനാണ്. കൃഷ്ണൻ അറിയാതെ പോലെ കണ്ണു തിരിപ്പിട്ട് എന്താ ഇവിടെ സംഭവിക്കണേ? അല്ല നീ മോഷ്ടിച്ചു പറഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത്, ഈ നുണ പറയാമേ അവരൊക്കെ എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞ് ഗോപിക്ക് ആകെ നാണക്കേടായില്ലേ. തിരിച്ച് ഉണ്ണിനെയും കൊണ്ട് തിരിച്ചു പോകും, മകനെയും കൊണ്ട്. കുറച്ചിടത്തി നോക്കിക്കൊണ്ട് അത് കൃഷ്ണനായിരിക്കണം, പൊണ്ണി മാറി. അപ്പൊ നീ എന്ത് ലീല കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി നീ എന്നെ കുറിച്ച് പരാതി പറഞ്ഞ നിന്റെ ഭർത്താവായി മാറി പോകും. ഇപ്പൊ ഞാൻ മകനായിട്ടേ മാറിയിട്ടുള്ളൂ അല്ലെ. ഇനി കളിച്ചു കഴിഞ്ഞാൽ കളി പഠിക്കും അല്ലെ. അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ
അങ്ങനത്തെ ലീലകൾ ഇങ്ങനെ സ്ഥിരം ഇത് പതിവാണ്. രാവിലെ എട്ടിന് യശോദയുടെ മുന്നില് വീട്ടിന്റെ മുന്നിൽ പരാതിക്കാരാണ് ഗോപിമാര്. അത് വെണ്ണക്കല ഉടച്ചോ അതോടച്ചോ ഇതോടച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതിക്കെട്ടാണ്. യശോദ വിശ്വസിക്കൂല. ഞങ്ങളുടെ വീട്ടിൽ 9 ലക്ഷം പശുക്കളുണ്ട്, നിങ്ങളുടെ വേണോടെ ഒരു ആവശ്യമില്ല എൻ്റെ മകന് എന്നുകൊണ്ട് നമ്മളങ്ങനെയല്ലേ, നമ്മളങ്ങനെയല്ലേ മക്കളെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് തർക്കിച്ച് നമുക്കറിയാൻ തെറ്റുപറ്റി എന്നാലും തർക്കിച്ച് ജയിക്കും. അമ്മമാര് പറഞ്ഞാലേ മക്കൾക്ക് വേണ്ടിയുള്ള വക്കീലന്മാരാണ് അമ്മമാർ. എല്ലാ അമ്മമാരും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. മക്കൾ 2 അടിയെടുത്താലും പറയില്ല, കിട്ടിയെന്ന് പറയില്ല അല്ലെ, അത് ഒളിപ്പിച്ചു വെക്കുവര്. അത്രയും പ്രേമാണ് അമ്മമാർക്ക് ഈ മക്കളോട് അല്ലെ. നമ്മളെ നോക്കിയില്ല എന്ന് പറയില്ല, അത് അവന്റെ തിരക്കായതുകൊണ്ടാണ് പറയും. അതാ സ്നേഹം, അതാണ് ഈ യശോദ കാണിക്കുന്നത് അല്ലെ. അത്രയ്ക്കും പ്രേമമാണ്, വാത്സല്യ രസമാണ് ഈ ഗോപിമാർക്കും അല്ലെ, അമ്മമാർക്കും പൊതുവെ. അതാണ് ഈ ആ രസത്തിന്റെ മൂർധന്റെ അവസ്ഥയാണ് ഇവിടെ ആര് കാണിക്കുന്നത്, യശോദാദേവി കാണിക്കുന്നത്. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, വേറൊരു പരാതി എന്താ അറിയോ, വെണ്ണ മുഴുവൻ നന്നായി കഴിക്കും കൃഷ്ണൻ, കുരങ്ങന്മാർക്കും കൊടുക്കും. എന്നിട്ട് ഗോപിമാർ കൈയോടെ പിടിക്കുമ്പോൾ പറയും എന്തേ വെണ്ണ കുരങ്ങന്മാർക്ക് വീണ്ടും എടുത്ത് കൊടുത്തിട്ട് അവർ തുപ്പും മതിയായിട്ട്, കഴിച്ച് മതിയായിട്ട് തുപ്പും. ദാസിമാരാണ് വെണ്ണ ഉണ്ടാക്കുന്നത്. 9 ലക്ഷം പശുക്കള് ഉണ്ടാകുമ്പോൾ അവിടെ എത്ര ദാസിമാരുണ്ടാവും അല്ലെ. ഒരു പശുള്ള വീടുകൾ എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും പശുക്കളുണ്ടാവും വീട്ടിൽ. പണ്ടത്തെ അമ്മമാർക്കൊക്കെ പശുക്കളുണ്ടാവും അല്ലെ. ഒരു പശു ഉണ്ടെങ്കിൽ അവർക്ക് എവിടേക്കും പോകാൻ നേരം ഉണ്ടാവില്ല അല്ലെ. ഒരാൾ മതി. നേരത്തെ എൻ്റെ പാല് കറക്കല്, ചാണകം പാലല്ലേ, പശുവിനെ കുളിപ്പിക്കല്, ഇതൊക്കെയാണ് പരിപാടി. തൈര് ഉണ്ടാക്കാം, മോരുണ്ടാക്കുക, വെണ്ണ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഒരാളുണ്ടെങ്കിൽ സമയം ഉണ്ടാവില്ല. അപ്പൊ 9 ലക്ഷം പശുക്കളുണ്ട് അവിടെ ഗോകുലത്തിൽ. അപ്പൊ അവിടെ പോയാലേ ഫുൾ പശുവിന്റെ മണമാണ്. പോയി നോക്കിയാൽ അറിയാം, വൈക്കോലുണ്ടിയും പശുവിന്റെയും മണം. ഗോപി രാധേ എന്നുള്ള വിളി. അവിടെ മോര്, തൈര്, വെണ്ണ, ഈ സംഭവം മാത്രമേ കാണുള്ളൂ. ഇതുകൊണ്ടുള്ള പലഹാരങ്ങൾ മനസ്സിലായി എന്ത് രസമായിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ യശോദ വിചാരിച്ചു ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് വെണ്ണ ഉണ്ടാക്കാം. അപ്പൊ എന്റെ മകൻ എവിടെയും പോയിട്ട് മോഷ്ടിക്കില്ല. ഇതിപ്പോ വേലക്കാരൊക്കെ ഉണ്ടാക്കുന്ന കാരണം അവന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് യശോദാദേവി പുലർച്ചെ എണീറ്റ് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് പൂക്കളൊക്കെ വെച്ച് അല്ലെ തൈര് കടയാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ തൈര് കടയുന്നതിന് മുമ്പ് ഇത്രയും പശുക്കളിൽ പ്രധാനപ്പെട്ട 10 പശുക്കളുണ്ട്. അത് ഗോലോകത്തിന് നേരിട്ട് വന്ന പശുക്കളാണ്. നമുക്ക് യശോദാദേവി ഇങ്ങനെ തൈര് കടയാൻ തുടങ്ങുമ്പോഴേക്കും ചിന്ത തുടങ്ങി ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ഭംഗി അല്ലേ, ഭഗവാന്റെ കുസൃതികൾ, ഇതൊക്കെ ആലോചിച്ചിട്ട് ആൾക്ക് ഭഗവാന്റെ ചെവി വരെ നീണ്ട കണ്ണുകളും അല്ലേ. അത് എങ്ങനെയാണ് ആ കണ്ണ്, താമര പോലെ വിടർന്ന നയനങ്ങൾ, ഇത്ര നീളാണ് അല്ലേ. പിന്നെന്താണ് മൂക്ക്, ഉയർന്ന മൂക്ക്, നെറ്റിത്തടം, അതിന്റെ ഭംഗി, അതിന് വില്ലു പൊട്ട് കഴിഞ്ഞാൽ അപ്പ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഈ ചോർക്കണ ആ ശരീര അവയവങ്ങളും. ഭഗവാന്റെ ഉള്ളം കൈയും പാദത്തിന്റെ ഉള്ളമൊക്കെ ചുവന്ന നിറാണ്. പിന്നെ അതുപോലെ നഖമൊക്കെ അല്ലെ ചുവപ്പും റോസും കൂടെ കലർന്ന ആ ഓരോ അവയവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഭംഗി. പിന്നെ ചുരുണ്ട മുടി ഇതുവരെ, പിന്നെ മൂക്കിൽ വനമൗക്തികം കൊണ്ട് റിങ് ഇട്ടിട്ടുണ്ട് ഭഗവാൻ. പിന്നെ ചെവിയിൽ ആടുന്ന കമ്മലുകൾ അല്ലെ, മകരകുണ്ടലുകൾ. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഏതൊരാളുകൾക്കും ബോധം കെട്ടില്ല, അത്രയും ഭംഗിയാണ് ഭഗവാൻ. അപ്പൊ യശോദാദേവി ഇത് ആലോചിച്ച് വാത്സല്യം കൂടെ വന്നിട്ട് പാല് തന്നെ ചെറുക്കാൻ തുടങ്ങി. നമുക്ക് 3 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പാല് തന്നെയില്ലേ, നനയില്ലേ, ഇല്ല, നമുക്ക് ഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ നനഞ്ഞു തുടങ്ങും പാല് ഒഴുകിയിട്ട്. യശോദാദേവിക്കൊക്കെ മകൻ എത്ര വലുതായാലും ഇങ്ങനെയാണ്. കൃഷ്ണ ഭഗവാൻ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കാണുമ്പോഴും ഭഗവാനെ കാണുമ്പോൾ വാത്സല്യം കൊണ്ട് പാല് ചെറുന്നു പോകുന്ന പറയുന്നത്. യശോദാദേവിക്ക് ഇങ്ങനെ പാല് ചെറുക്കാൻ തുടങ്ങി. അപ്പൊ കൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു, നല്ല മൂടിലാണ് അമ്മ ഇരിക്കണേ അല്ലെ, ഒന്ന് പോയിട്ട് പാല് കുടിക്കാന്ന് വെച്ചിട്ട് ഭഗവാൻ പതുക്കെ എണീറ്റ് കണ്ണൊക്കെ തിരുമ്പി വന്നു. വേഗം തൈര് കടയണ കയ്യിലങ്ങ് പിടിച്ചു. അമ്മയെ മതി തൈര് കടഞ്ഞത്, ഇനി എനിക്ക് പാല് തല്ലാണ് നമ്മുടെ ജോലി. അമ്മയുടെ ഫസ്റ്റ് ജോലി എന്താ, മക്കളുടെ കാര്യം നോക്കുക അല്ലെ. ഉണ്ണിക്ക് പാല് തരുന്ന അമ്മയുടെ ജോലി. അപ്പൊ ആദ്യം അമ്മ എനിക്ക് പാല് തരുമെന്ന് പറഞ്ഞു. അപ്പൊ യശോദാദേവി ഉണ്ണീനെ മടിയിലിരുത്തി ആസ്വദിച്ച് പാലൊക്കെ കൊടുത്തു അല്ലെ. പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ 2 പേര് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണികളിങ്ങനെ തടവി തരില്ലേ അല്ലെ. പാല് കുടിക്കുമ്പോൾ ഇങ്ങനെ കവളൊക്കെ തടവ്, അവർക്കൊരു പ്രത്യേകം, അവരും രസിക്കാണ്, അമ്മയും രസിക്കാണ്. ആ സമയത്താണ് പാല് തിളച്ച് പോകുന്ന ശബ്ദം വന്നത് അല്ലെ. നമ്മൾ നോക്കിയിരിക്കുമ്പോ പാല് തിളയ്ക്കോ, ഇങ്ങോട്ട് തിരിഞ്ഞാകുമ്പോ പാല് തിളച്ചോ അല്ലെ. ഇത് എല്ലാവർക്കും ഉള്ള പരിപാടി. അത് അന്ന് തുടങ്ങിയിട്ടുള്ള ഈ പാലിന്റെ സ്വഭാവം. പാലത്തിന് അങ്ങനെ ചെയ്യണ അറിയോ, പാല് ജനിച്ചത് ഈ കൃഷ്ണന് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കൃഷ്ണൻ അമ്മയുടെ പാല് കുടിച്ച് തീർത്ത് കണ്ടപ്പോ എനിക്ക് സങ്കടമായിട്ട് ആത്മഹത്യ അത്ര ആചാര്യമായി പറഞ്ഞെങ്കിൽ സങ്കടം കൊണ്ട് അടുപ്പിൽ വീണ് ആത്മഹത്യ ചെയ്യണം. അപ്പൊ ഈ സൗണ്ട് കേട്ടപ്പോ യശോദാദേവി വേഗം വെപ്രാളത്തിൽ ഉണ്ണിനെ അവിടെ എടുത്തിട്ട് ഓടി. ഭഗവാൻ ഇഷ്ടാവോ, ഭഗവാനെ ദേഷ്യമുള്ള ഒരേ ഒരു കാര്യമാണ് നമ്മളോടൊക്കെ, എന്താണ്, എന്നേക്കാളും പ്രാധാന്യം നിനക്ക് ഭർത്താവിന് കൊടുക്കണോ, കുട്ടികൾക്ക് കൊടുക്കണോ, നാട്ടുകാർക്ക് കൊടുക്കണോ, ഇത് ഭഗവാൻ ഇഷ്ടമാണോ? യശോദ
പാലിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭഗവാൻ ഇഷ്ടമായില്ല. അപ്പൊ നമ്മളോടും ആ ദേഷ്യം ഭഗവാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ആർക്ക് പ്രാധാന്യം കൊടുക്കണം? കൃഷ്ണ. അത് കഴിഞ്ഞിട്ടൊക്കെ മതി മക്കളെ. സെക്കൻഡ് മകൻ അല്ലേ, തേർഡ് ഭർത്താവൊക്കെ ലാസ്റ്റ് മക്കൾ വന്നു കഴിഞ്ഞാലേ, മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്ക് അവരൊക്കെ ലാസ്റ്റ്, മക്കളാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈ മക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഭഗവാനും അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ദാമോദര ലീല കാണിച്ചിട്ട് അട്രാക്ട് ചെയ്യുന്നത് നമ്മളെ. ഈ ജീവസത്തകൾക്ക് ഉണ്ണികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഉണ്ണി രൂപത്തിൽ വന്നിട്ട് ഇവരെ മുഴുവൻ അട്രാക്ട് ചെയ്ത് വേണം ഗോലോകത്ത് പോകാൻ. ഇവരിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇവരിവിടുത്തെ മക്കളോട് ഇങ്ങനെ ആകർഷണം വന്ന് ഇരിക്കല്ലേ. അപ്പൊ ഭഗവാൻ എന്താണ് ദാമോദര ലീല കാണിക്കുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ ആ ഒരു ആസ്വാദനത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ദേഷ്യം വന്നു. ആ ഭഗവാന്റെ ആസ്വാദനം അങ്ങോട്ട് പോയി അല്ലേ. രുചിച്ച് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആസ്വാദനം പോയി. ആ ദേഷ്യത്തിന് ഒരു കല്ലെടുത്തിട്ട് വെണ്ണക്കുടം തൈരുകുടമൊക്കെ പൊട്ടിച്ച് അത് മുഴുവൻ ഹോളിൽ മുഴുവൻ നിറഞ്ഞൊലിച്ച് പിന്നെ ഭഗവാൻ കുറെ വെണ്ണെടുത്ത് തിന്നു. ദേഷ്യം തീർക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്യും. ചിലർ കാലൊക്കെ ചവിട്ടി പൊട്ടിക്കില്ലേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ. ഉണ്ണി അതെന്നെ ചെയ്യണേ. അത് മതിയായില്ല. പിന്നെ ഇങ്ങനെ പോയപ്പോ അവിടെ ഉറിയിൽ വെണ്ണ കെട്ടി വെച്ചിട്ട് വെണ്ണ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഉരലെടുത്ത് അങ്ങോട്ട് മറിച്ചിട്ട് അതിന്റെ മേലെ കയറി നിന്ന് ഉറിയിൽ വെണ്ണ എടുത്ത് അത് കഴിച്ചു. സ്വയം കഴിച്ചിട്ട് മതിയായില്ല. അങ്ങോട്ട് ദേഷ്യം തീരില്ല. കുരങ്ങന്മാരെയൊക്കെ വിളിച്ചു അവർക്കും കൊടുത്തു കുറെ വെണ്ണ. തത്തകൾക്കും കൊടുത്തു. ഇവന്റെ ഫ്രണ്ട്സാണ് ആരൊക്കെയാണ് ഈ കുരങ്ങന്മാരും തത്തകളും. വൃന്ദാവനത്തിൽ പോകുമ്പോൾ കണ്ണടയൊക്കെ സൂക്ഷിക്കണം. കുരങ്ങന്മാര് കണ്ണടയൊക്കെ പിടിച്ച് അവർക്കിപ്പോ മോഡേൺ കുരങ്ങന്മാരാണ്. കണ്ണട മൊബൈല് ഭയങ്കര ഇഷ്ടമാണ്. അത് പിടിച്ചെടുത്ത് തവിട് കൊടുക്കി നമുക്ക് തരും. നിറച്ച് കുരങ്ങന്മാരാണ് വൃന്ദാവനത്തിൽ കേട്ടോ. രാധേ രാധേ എന്ന് വിളിച്ചാൽ മാത്രം അവർ ഉപദ്രവിക്കില്ല. ജപമാല എന്താണ് അവർ വാങ്ങിക്കില്ല. ജപിച്ചോട്ടെ പാവങ്ങളല്ലേ, ജപിച്ചിട്ട് വേണ്ട മുക്തിയിട്ടാൻ വെച്ചിട്ട് കുരങ്ങനത് അറിയാം. അവിടെ ജപമാല എടുക്കില്ല. ബാക്കി കവറുകള് കണ്ണട മൊബൈലൊക്കെ പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ. പക്ഷെ ഒരു ടെക്നിക്ക് ഉണ്ട്. രാധാറാണിനെ ഉറക്കം വിളിച്ചവരിതൊന്നും എടുക്കില്ല. കുരങ്ങനെ ഉപദ്രവിക്കാൻ വന്നാൽ രാധാറാണിനെ വിളിച്ചാൽ മതി. രാധേനെ മാത്രമേ കുരങ്ങന്മാർക്ക് പേടിയുള്ളൂ. കൃഷ്ണനെ വിളിച്ചപ്പോൾ ഒരു പേടിയില്ല കൃഷ്ണനെ. രാധേ രാധേ എന്ന് വിളിക്കണം. അപ്പൊ ഈ കുരങ്ങന്മാരും തത്തകളും ഭഗവാന്റെ ഫ്രണ്ട്സാണ്. അപ്പൊ അവരും കൂടെ വെണ്ണ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യശോദാദേവി പാലൊക്കെ ഇറക്കി വെച്ച് വരുമല്ലോ. വന്നിട്ട് ദേഷ്യം വന്നിട്ട് വെറുതെ അല്ല ഗോപികമാര് പറയണം. അവരൊക്കെ പറഞ്ഞ ശരിയാണ്. ഈ ഉണ്ണിക്കണ്ണൻ എന്തൊരു കുസൃതി അറിയോ. ഞാൻ അവരെ വെറുതെ വിശ്വസിച്ചില്ല. കണ്ട് ഇവൻ കാണിച്ചു വെച്ചിട്ട് ഇതന്നെയല്ല അവൻ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഒരു വടി എടുക്കാൻ പോയതാണ്. ഒരു മയിൽപ്പീലി തണ്ടാണ് വടിയായിട്ട് കിട്ടിയത്. അത് കൊടുത്തിട്ട് യശോദ വരികയാണ്. തെരഞ്ഞു വരുന്നത് കാണാനില്ല. അപ്പൊ കാൽപ്പാടൊക്കെ കിടക്കണ്ട്. അതിൽ നോക്കി വരികയാണ്. നോക്കി വന്നപ്പോണ്ട് കുരങ്ങന്മാര് ഫസ്റ്റ് യശോദാദേവി കണ്ടു. കൃഷ്ണ വിട്ടോ അതെ അമ്മ വരുന്നുണ്ട് പറഞ്ഞ് കുരങ്ങന്മാര് ചാടി ഇറങ്ങി ഓടി. കൃഷ്ണനും ഓടുന്നത് ചാടി ഒറ്റ ഓട്ടം ഓടാൻ തുടങ്ങി. യശോദ പിന്നാലെ ഓടുണ്ട്. യശോദയ്ക്ക് നല്ല തടിയുണ്ട്, പ്രായം വെച്ചിട്ടുണ്ട്. ഓടാൻ പറ്റുന്നില്ല. അവൻ്റെ ഒപ്പം കിതയ്ക്കാൻ തുടങ്ങി, വേർക്കാൻ തുടങ്ങിയില്ലേ. നാരായണ അവൻ എന്താ പിടിക്കാൻ കിട്ടില്ലല്ലോ. നാരായണന്ന് വിളിച്ചു അല്ലേ. നാരായണന്ന് വിളിച്ചപ്പോ കൃഷ്ണൻ ആരാണ്? നാരായണൻ തന്നെയല്ലേ കൃഷ്ണൻ അല്ലേ. നാരായണനെ വിളിച്ചപ്പോ വിളിയേക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോ ഭഗവാൻ പിടികൊടുക്കാം. പാവം എൻ്റെ അമ്മയല്ലേ എത്ര ഓടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിടികൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ യശോദ പാട്ടിട്ട് ഒറ്റ ഓർമ്മ അല്ലേ. കയ്യിൽ കിട്ടി ആ സമയത്ത് ദേഷ്യത്തിൽ കയ്യിൽ കിട്ടി എന്തായാലും അടി. എത്ര പേർക്ക് അടി കിട്ടിയിട്ടുണ്ട്? അവർക്ക് സ്ഥിരം എല്ലാവരും അല്ലേ. അമ്മയുടെ അച്ഛൻ്റെ നിന്ന് അടി കിട്ടി വരും അല്ലേ. ആ ഓടിയിട്ട് അതുപോലെ ഇപ്പൊ കിട്ടുന്ന ഉറപ്പാണ്. അപ്പൊ ഭഗവാൻ അടവെടുത്തു. ആദ്യം കരഞ്ഞു കഴിഞ്ഞിട്ട് അടി കിട്ടില്ല പറഞ്ഞിട്ട് ഓടിയിട്ട് കരയാൻ തുടങ്ങി അല്ലേ. കണ്ണൊക്കെ തിരുമ്പി കൺമഷിയൊക്കെ ഇങ്ങനെ കലങ്ങി ശ്വാസം കിട്ടണില്ല കുട്ടിക്ക് കരഞ്ഞിട്ട്. അടിച്ചിട്ടില്ല, വടി ഓങ്ങിയിട്ടുള്ളൂ. അപ്പൊ യശോദ എന്താ വിചാരിച്ചു? അപ്പൊ യശോദയ്ക്ക് പേടിയായി. എന്റെ കുട്ടി അങ്ങനെ മരിച്ചു പോയാലോ. അങ്ങനെ തോന്നിയില്ല നമുക്ക്. മക്കളെ അടിക്കുമ്പോഴൊക്കെ കരയുമ്പോഴൊക്കെ ഒരു പേടി തോന്നാറില്ലേ. എന്റെ പനി വരുമോ അല്ലെ എന്തെങ്കിലും വരുമോ. ഇത് യശോദ വിചാരിച്ചു മരിച്ചു പോകും കുട്ടി ചിലപ്പോൾ. അതുകൊണ്ട് അടിക്കണ്ട വിചാരിച്ചിട്ട് വടി എടുത്തു കളഞ്ഞു അല്ലേ. പിന്നെ എന്നാലും ഒരു സമാധാനം. ഈ ദേഷ്യം കിടക്കേണ്ട യശോദയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹരേ കൃഷ്ണ നോക്കിയപ്പോൾ ഒരല് കണ്ടു. ഇതിൽ കെട്ടിയിടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കയറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരലിൽ വെച്ചിട്ട് യശോദയെ കെട്ടാൻ തുടങ്ങി. കൃഷ്ണനെ കെട്ടാൻ തുടങ്ങി. കെട്ടാൻ പറ്റുണ്ടോ? കെട്ടാൻ പറ്റുമോ? ഇല്ല. 2 കൈവിരലിന്റെ ഇഞ്ച് കുറവ് വരുന്നു കെട്ടും. വീണ്ടും കുറെ കയറെടുത്ത് കൂട്ടി കെട്ടാൻ നോക്കി. കെട്ടാൻ പറ്റുന്നുണ്ട്. വീണ്ടും കുറെ ഇങ്ങനെ ശ്രമിച്ചു. കെട്ടാൻ പറ്റില്ല. എന്താ കാരണം കെട്ടാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? അത് ഭഗവാന്റെ വയറായതുകൊണ്ടാണ് അല്ലേ. ഭഗവാൻ പ്രപഞ്ചം കൂടെ അദ്ദേഹത്തിന്റെ വയറാണ്. പ്രപഞ്ചത്തിന്റെ നാഥൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഉദരത്തിലാണ് നമ്മളൊക്കെ റെസ്റ്റ് ചെയ്യണത്. അങ്ങനെയുള്ളൊരു വയറാണ് യശോദാദേവി കെട്ടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് പിടികൊടുക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല അല്ലേ. അപ്പൊ ഭഗവാൻ അത് ഇടയ്ക്കിടയ്ക്ക് ദാമോദര ലീല ഭഗവാൻ ഉണ്ണിയുടെ ലീലയാണ് കാണിക്കണമെങ്കിലും ആളുകൾക്കും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ഭഗവാനാണെന്ന് അതിനുള്ള ഇടയ്ക്കുള്ള ട്രിക്ക് ഇങ്ങനെ കാണിക്കും. യശോദാദേവിയുടെ വായ തുറന്നു കൊടുത്തിട്ട് അതിലും ബ്രഹ്മാണ്ടമൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
യശോദയ്ക്കും മറ്റുള്ളവർക്കും ഒരു ബോധം അടയ്ക്കുണ്ടാവണം ഞാൻ ഈശ്വരനാണെന്ന് കാണിക്കാനായിട്ട്. ഇതുപോലെ ആ കെട്ടാൻ പറ്റുക സാധാരണ കുട്ടികളെ കെട്ടാൻ എളുപ്പമല്ലേ, ഇത് ഇത്രയും കയറ് കൊണ്ടേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അസാധാരണ ആണെന്ന് തെളിയിക്കും വേണം. അങ്ങനെ കുറെ പരിശ്രമിച്ചു. യശോദയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് യശോദയെ കളിയാക്കാൻ തുടങ്ങി. യശോദയെ നിനക്ക് കെട്ടാൻ കിട്ടില്ലേ ഈ ചെറിയ കുട്ടീനെ, കഷ്ടം എന്ന് പറഞ്ഞു. കുറെ ഗോപിമാര് പറഞ്ഞു എന്തിനാ പാവ കുട്ടീനെ, പാവ അതിനെ കാണുമ്പോൾ കെട്ടാൻ തോന്നുന്നുണ്ടല്ലോ നിനക്ക്, നിനക്ക് വെറുതെ വിട്ടുകൂടെ എന്ന് പറഞ്ഞു കുറെ ഗോപിമാര്. ഇതൊക്കെ കേൾക്കുമ്പോൾ യശോദയ്ക്ക് അങ്ങനെ ദേഷ്യം വന്നിട്ട് സങ്കടവും സഹിക്കാൻ വേണ്ടി കെട്ടണം എന്നുള്ള ആഗ്രഹവും കുറെ ശ്രമിച്ചു. നാരായണ അവനെ കെട്ടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ നിറയാൻ തുടങ്ങി യശോദനെ. അപ്പൊ ഭഗവാന് വിഷമം തോന്നി അല്ലേ, അമ്മയുടെ ആ പരിശ്രമം കണ്ടപ്പോ ഭഗവാൻ സമ്മതിച്ചു. അപ്പൊ ഈ ആചാര്യന്മാര് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുടെ ഇതാണ് കാണിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 അങ്കുലം കുറവെന്ന് പറയുന്നത്, ഒന്ന് നമ്മൾക്ക് ഭൗതികമായിട്ടായിക്കോട്ടെ, ഭൗതികമായിട്ട് നമുക്കൊരു കാര്യം നേടണമെങ്കിൽ എന്തൊക്കെ വേണം, ഒരു പരിശ്രമം. നമുക്കൊരു PSC ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ വെറുതെ പോയി പാസ്സാവില്ലല്ലോ, പഠിക്കണം, പരിശ്രമിക്കണം അല്ലേ. പിന്നെ വെറുതെ പരിശ്രമിച്ചു, പരീക്ഷ നമ്മൾ പഠിച്ചൊക്കെ വരണ്ടേ ക്വസ്റ്റ്യനില്ലേ. അപ്പൊ എന്താണ് കൃപ, അനുഗ്രഹം, കൃപ വേണം അല്ലെ. അപ്പൊ പരിശ്രമവും ഭഗവാന്റെ കൃപയും, ഇതാണ് ഈ 2 അങ്കുലം കുറവ് കാണിക്കുന്നത്. അതായത് ആധ്യാത്മികമായിട്ട് നമുക്ക് കൃഷ്ണ ഭഗവാനെ കിട്ടണമെങ്കിലും ഭൗതിക ആഗ്രഹങ്ങൾ നടക്കണമെങ്കിലും 2 കാര്യങ്ങളുടെ ആവശ്യമാണ്. എന്താണ്, പരിശ്രമം, പിന്നെ ഭഗവത് കൃപ. എല്ലാം പരിശ്രമിച്ചാലും കൃഷ്ണ കൃപ, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പാസ്സാവാൻ പറ്റില്ല. എത്ര പേര് ജയിക്കാറെ അറ്റത്ത് പോയി തോറ്റു പോണില്ലേ, പോലീസ് ടെസ്റ്റിലൊക്കെ പോയിട്ട് അല്ലേ, ചെറിയൊരു ഇഞ്ച് ഇതിലൊക്കെ വ്യത്യാസത്തിൽ അവര് ടെസ്റ്റിന് ഔട്ടാവും അല്ലേ. ഇതൊക്കെ കാണുമ്പോൾ എത്ര സങ്കടമാവും, അവർക്ക് സങ്കടമാവും. അതായത് പരിശ്രമിച്ചാൽ മാത്രം പോരാ, അവിടെ ഭഗവത് കൃപ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഭൗതിക കാര്യങ്ങൾ. ആധ്യാത്മിക ആണെങ്കിലും വെറുതെ ഇരുന്നാൽ നമുക്ക് ഭഗവാനെ കിട്ടുമോ? നമ്മൾ വെറുതെ ഇരിക്കാതെ ഇതൊക്കെ ചെയ്യണമെന്നാ ഗോപിമാര് മുഴുവൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭഗവാനെ സോപ്പിട്ട് മണ്ണിട്ടിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ കൃഷ്ണനെ കിട്ടണം, അതിനു വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണല്ലേ. സ്മിതമാതി എന്തിനാ പോയി കഷ്ടപ്പെടുന്നത് മുഴുവനും? കൃഷ്ണനെ വേഗല്ലേ എനിക്ക് കിട്ടണം, എന്റെ കൃഷ്ണനാവണം എന്നുള്ള അല്ലെ. യശോദയ്ക്കൊക്കെ കിട്ടിയ പോലെ സ്വന്തമാക്കാനാണ് ഈ പരിശ്രമം കൂടുതൽ. നമ്മളെല്ലാവരും ചെയ്യണത് ഭഗവാനെ സ്വന്തമാക്കിയിട്ട് നമ്മുടെ ആക്കാനായിട്ടുള്ള പരിശ്രമം. അപ്പൊ ഈ പരിശ്രമവും ഭഗവത് കൃപയും. പക്ഷെ പരിശ്രമിച്ചു, പക്ഷെ കൃഷ്ണനെ കൂടെ വിചാരിക്കണം അല്ലേ. ആ സ്മിതമാതി ഇതൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ വിചാരിച്ചാലേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ എന്ന് ഭഗവാൻ വിചാരിക്കണം അല്ലേ. അങ്ങനെ ആ കൃപയും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടും അല്ലേ. അങ്ങനെ കെട്ടിയിട്ടു യശോദ പണിക്ക് പോയി. അവിടെ ചില്ലറ പണിയാണ് ഗോകുലത്തിൽ അല്ലേ. പശുവിലെ വീടുകളിൽ എത്ര പണിയായിരിക്കും. ആൾക്കാർ പറയും ഭക്തന്മാർക്ക് വേറെ പണിയില്ല, വെറുതെ പറയാണ്. ഭക്തന്മാരത്ര പണി വേറെ ആർക്കും ഇല്ല അല്ലെ. രാവിലെ 3 മണിക്ക് എത്തി കഴിഞ്ഞാൽ വൈകുന്നേരം ഉറങ്ങണ വരെ പണിയെടുക്കുന്ന ഭക്തന്മാരുണ്ട്. നമുക്ക് TV കാണാൻ പോലും നേരില്ല, ഒരു പരദൂഷണത്തിന് നേരില്ല. ജപിക്കണം, 16 മാല ജപിക്കണം, അപ്പോഴേക്കും ഭഗവാന്റെ കാര്യം ചെയ്യണം, അപ്പോഴേക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വരും, അവർക്കുള്ള ചെയ്യണം. ഭർത്താവ് വരും ചീത്ത, ആരും ചീത്തയും പറയാൻ പാടില്ല. അപ്പൊ മൊത്തം പരിശ്രമം ആർക്കാണ്? ഭക്തന്മാർക്കാണ് 24 മണിക്കൂറും ഡ്യൂട്ടി. പക്ഷെ ആളുകൾ പറയും വെറുതെ ഇരിക്കുന്നവർക്കാണ് ഈ ഭക്തി എന്നൊക്കെ പറയും. വെറുതെ പറയണം അല്ലേ. ചിന്താവിഷ്ടയ ശ്യാമളയൊക്കെ കണ്ടിട്ട് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പണിയെടുക്കാൻ മടിയുള്ളവരാണ് ഈ ഭക്തരാണെന്ന്. അങ്ങനെ ചെയ്യണവരുണ്ടാവാം, പക്ഷെ യഥാർത്ഥ ഭക്തർക്ക് ഒരു സ്വല്പം ഒഴിവുണ്ടാവില്ല അല്ലെ. എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യണം. ഭഗവാന്റെ കാര്യം ചെയ്യണം, വീട്ടിലെ കാര്യം, നാട്ടിലെ കാര്യം അല്ലെ. ജോലിയുള്ളവരാണ് ജോലി കാര്യം ഒക്കെ ചെയ്യണം, സമയം ഉണ്ടാവില്ല. അപ്പൊ യശോദ ദേവി ഇങ്ങനെ വീട്ടിലെ പണികൾ എടുക്കാനായിട്ട് പോയി. അവിടെ മുളകൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്, അത് ശരിയാക്കണം അല്ലേ. അപ്പോഴേക്കും ഗോതമ്പ് ഉണക്കാൻ വെച്ചിട്ടുണ്ടാവും അപ്പോഴേക്കും അവിടെ ആൾക്കാർ ദാസിമാര് പറയുണ്ടാവും ഈ വെണ്ണയിൽ എന്താ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ യശോദ നേതൃത്വം കൊടുക്കണം എല്ലാത്തിനും. അങ്ങനെ അവിടെ പോയി യശോദ പണിക്ക് പോയി. അപ്പൊ ഉണ്ണിക്കണ്ണൻ അവിടെ ഇരുന്ന് സമാധാനമില്ല, നിന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് നോക്കും, കുറച്ച് അങ്ങോട്ട് നോക്കും അല്ലെ. ബോറടിച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. അത് 3 വയസ്സ് പ്രായം, ഒട്ടും അടങ്ങിയിരിക്കില്ല അല്ലെ. മുപ്പിരി എന്നൊക്കെ കണ്ടില്ലേ 3 വയസ്സിൽ എന്താ പറയാ കുട്ടികൾക്ക് അല്ലെ. അങ്ങനെ കുസൃതിയുള്ള സമയത്താണ് കെട്ടിയിട്ട് വെച്ചിരിക്കുന്നത്. കുറെ തിരിഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണ ഭഗവാന്റെ ഫ്രണ്ട്സ് പറയണ്ട ഉണ്ണിക്കണ്ണ വാ കളിക്കാൻ വാ അല്ലേ. കൃഷ്ണൻ പറയും ഇത് കാരണം എനിക്ക് വരാൻ പറ്റില്ല, എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവർ നിങ്ങൾ വന്ന് അഴിക്കുകയും ചെയ്യും. അഴിക്കാൻ പേടി അവർക്ക്, യശോദ അവരെയും തല്ലും. അപ്പൊ അതുകൊണ്ട് അഴിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ ഭഗവാൻ തന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരെണ്ണങ്ങനെ വിലങ്ങനെ തള്ളിയിട്ടിട്ട് വലിക്കാൻ തുടങ്ങി. അങ്ങനെ വലിച്ച് ഇങ്ങനെ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ 2 മരങ്ങൾ എത്ര വർഷം പഴക്കണ്ടെന്ന് അറിയില്ല, അവർ 2 പേര് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട് അല്ലെ. കുട്ടികൾ അതിൽ ഏട്ടക്കൂടൊക്കെയല്ലേ നടക്കുള്ളൂ. നല്ല വിസ്താരമുള്ള സ്ഥലത്തോട് കുട്ടികൾ നടക്കുമോ അല്ലെ. അവർക്ക് അതിന് കുസൃതിയുള്ള കാര്യങ്ങളായിട്ട് ചെയ്യുള്ളൂ അല്ലെ. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ തുളസി കുട്ടിക്ക് ഓടി വരും, ഇപ്പുറത്തെ സ്ഥലം ഉണ്ടെങ്കിൽ. അത് അവരുടെ ഒരു രസമാണ്. അതുപോലെ ഭഗവാൻ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു. പക്ഷെ ഒരേ വരുന്നുണ്ടാ, ഒരേ വാ അത് കുറെ വലിച്ചു വരുന്നില്ല. അവസാനം ശക്തിയായിട്ട് ഭഗവാൻ സ്വന്തം ബലങ്ങൾ പ്രയോഗിച്ചു അല്ലെ. അവന് ഉണ്ണിയാണെങ്കിലും ഈശ്വരനായതുകൊണ്ട് ആ ബലം പ്രയോഗിച്ചപ്പോൾ 2 മരങ്ങളും കട കുഴങ്ങി വീഴും. ആ 2 മരത്തിൽ നിന്നും അഗ്നിശോഭയോടുള്ള 2 ദേവന്മാർ പുറത്തു പോകും.
അവരാരാണ്? ഇവർ രണ്ടുപേരും പറയരുത്. ഇവര് പറയരുത്, ഇവര് കാണാപ്പാട കഥകൾ. അവരാരാണ്? രണ്ടുപേര് കുബേരന്റെ മക്കളാണ് അല്ലെ. കുബേരൻ ആരാ? നമ്മുടെ വീട്ടിൽ വെച്ചുള്ള ഒരു വണ്ണത്തിലുള്ള ഒരു പാർട്ടിയൊന്നുമല്ല കുബേരൻ. കുബേരനൊക്കെ നല്ല ഭംഗിയാണ്, ഇതുപോലെ ഉണ്ടച്ചിട്ടൊന്നും ഇരിക്കില്ല. നല്ല സുന്ദരന്മാരാണ് ഈ ഗന്ധർവന്മാരൊക്കെ. നല്ല ഉയരും ഭംഗിയും ഈ വയറൊന്നും ചാടിയിട്ടുള്ളവരൊന്നുമല്ല. ഈ മഹാബലിനെ ഇങ്ങനെ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ മോശമായിട്ട് വേഷമുണ്ട്. മഹാബലിക്ക് 6 ബാക്ക് ബോഡി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സൗന്ദര്യമുള്ള ബോഡിയാണ് അവരുടെയൊക്കെ. ഈ അസുരന്മാര് പോലും. അതുപോലെ ഈ കൊടവയറൊന്നും അല്ല നമ്മുടെ കുബേരൻ കേട്ടോ. കുബേരൻ ഒരു അതിസുന്ദരനായ ഗന്ധർവനാണ്, പണക്കാരനാണ്. ദേവലോകത്തിലെ പണക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 2 മക്കളാണ് ഇപ്പൊ പോയത്. ആരൊക്കെയാ 2 മക്കള്? മണിഗ്രീവൻ, നളകൂപൻ, മണിഗ്രീവൻ. ഈ 2 മക്കള് ശ്രേഷ്ഠരായിട്ടുള്ള ഒരു ദേവന്റെ മക്കളാണ് അല്ലെ. നല്ല സൗന്ദര്യവും ദേവന്മാരുടെയൊക്കെ സൗന്ദര്യം നമുക്ക് വർണ്ണിക്കാൻ പറ്റും. നമുക്ക് മനുഷ്യരുടെ കണ്ടിട്ടുള്ളൂ, അതിന്റെ ഒരു 10 ഇരട്ടിയാന്ന് പറയാം. വൈകുണ്ഠത്തിൽ അതിന്റെ നമുക്ക് അതൊന്നും വർണ്ണിക്കാൻ പറ്റും, നമുക്ക് അറിയില്ലേ കണ്ടിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ അത്രയും സുന്ദരന്മാരും നല്ല പണക്കാരുമാണ്. മാത്രമല്ല അവർക്ക് ചില കുഴപ്പമുണ്ട്. ഈ മദ്യാസക്തി ഉള്ളവരായിരുന്നു. മദ്യം, ലഹരി പദാർത്ഥങ്ങൾ, സ്ത്രീ വിഷയമൊക്കെ ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ 2 പേരും ഒരു ദിവസം ദേവലോകത്ത് ഒഴുകുന്ന ഗംഗയുടെ പേരെന്താ? അളകനന്ദയാണോ മന്ദാകിനിയാണോ? അളകനന്ദ. ഇത് 2 എനിക്ക് കൺഫ്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ ദേവലോകത്തില് ഗംഗാദേവി അളകനന്ദ എന്ന പേരിലാണ് ഒഴുകുന്നത്. നമ്മുടെ ഭൂമിയിൽ ഗംഗ എന്നുള്ള പേര്, പാതാളത്തില് ഇതേ ഗംഗ ഭോഗവതി എന്ന പേരിലാണ് ഒഴുകുന്നത്. അപ്പോ ഈ ദേവലോകത്തില് ഗംഗയായിട്ടുള്ള അളകനന്ദയിൽ സന്ധ്യക്ക് ത്രിസന്ധ്യാ സമയത്ത് ഈ 2 രാജന്മാരും ഈ 2 ഗന്ധർവന്മാരും കുറച്ച് അപ്സര സ്ത്രീകളും കൂടിയിട്ട് ഡ്രസ്സൊന്നും ഇല്ലാതെ നഗ്നമായിട്ട് കുളിച്ച് അവിടെ ഈ നദിനെയൊക്കെ അടിച്ച് അല്ലെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു. ഈ ത്രിസന്ധ്യാ സമയം എല്ലാ അമ്മമാർക്കും അറിയാം. ത്രിസന്ധ്യാ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്ക് വെച്ച് നാമം ജപിക്കുന്ന നല്ല സമയമാണ് അല്ലെ. ഈ നദികളിലൊക്കെ തുപ്പാൻ പാടില്ല എന്ന് പറയും. പുണ്യ നദികൾ, ഗംഗ, യമുന, പമ്പ, അതൊക്കെ നമ്മുടെ പുണ്യ നദികളാണ്. ഈ നദികളിലൊക്കെ തുപ്പാൻ പാടില്ല, വസ്ത്രമില്ലാതെ കുളിക്കാൻ പാടില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല അല്ലെ. ഇതൊക്കെ നിയമങ്ങളാണ്. ഇതൊക്കെ അറിയില്ലെങ്കിൽ കൂടി എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. പമ്പയിലൊക്കെ പോയ എന്താ സ്ഥിതി എന്ന് പോയവർക്ക് അറിയാം. നമ്മൾ ഈ വൃത്തികളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐശ്വര്യം കുറയണേ. നമ്മുടെ സൗകര്യാർത്ഥം അത് വൃത്തികേടാക്കും. പക്ഷെ അതിന്റെ ശാപം വരുമ്പോൾ മനുഷ്യകുലത്തിന് മൊത്തം ദോഷങ്ങളുണ്ടാവും. അല്പായുസ് ഒക്കെ നമുക്ക് ഉണ്ടാവണം. എന്തുകൊണ്ടാ? രോഗങ്ങൾ അല്ലെ, മരണം, അത് മാത്രമല്ല കടം, പ്രശ്നങ്ങൾ, എല്ലാ ദുരിതങ്ങളും ഉണ്ടാവാൻ കാരണം നമ്മളിങ്ങനെ തെറ്റായ രീതികൾ ആചരിക്കണോണ്ടാണ്. അപ്പൊ ഇവരിതൊക്കെ ചെയ്തു. പിന്നെ നദികളിൽ ഇങ്ങനെ വസ്ത്രമില്ലാതെ കുളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഈ ത്രിസന്ധ്യാ സമയത്ത് ശിവനും പാർവതിയും കാളപ്പുറത്ത് ഈ ത്രിലോകങ്ങളെ ചുറ്റി സഞ്ചരിക്കും. എന്നിട്ട് നാമം ജപിക്കുന്ന വീടുകളൊക്കെ ആധ്യാത്മിക ചൈതന്യം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുമവര്. ഈ നാമം ജപിക്കാണ്ട് സീരിയൽ കണ്ടിരിക്കുന്ന വീട്ടുകാരുണ്ടാവുമല്ലോ, അവിടേക്ക് ഭൂതഗണങ്ങളെ പറഞ്ഞേക്കാം, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരില്ല. ഭൂതഗണങ്ങൾ വീട്ടിൽ വന്ന എന്താ സ്ഥിതി? വഴക്കുണ്ടാക്കും അല്ലെ. ഭൂതഗണങ്ങളുടെ സ്വഭാവം എന്താ? കലഹം, കാപ്പട്ടി, വഴക്ക്, പ്രശ്നങ്ങൾ. ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്ന കാരണം എന്താ? ഈ ത്രിസന്ധ്യാ സമയത്ത് നമ്മൾ വീട്ടിൽ TV കണ്ട് സീരിയൽ കണ്ട് കരഞ്ഞ് ഒലിപ്പിച്ച് അല്ലെ. ആ സമയം നാമം ജപിക്കുവോ അതില്ലേ, വിളക്ക് വയ്ക്കുവോ അതില്ലേ. ചെയ്യണവരെ എതിർക്കാൻ കുറെ ആൾക്കാരും. ഇനി ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്തിലെ നമ്പർ 1 അപരാധികളാണ്. അവരെങ്ങനെ പൂശിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭൗതിക ലോകത്ത് എല്ലാവരും കുറെ പേർക്ക് അനുഭവം ഉണ്ടാവും ഇതൊക്കെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആ ശിവപാർവതിമാർ വരണ സമയല്ലേ ഈ നാരദന് ഭയങ്കര വിഷമമായി. ഈ വഴി നാരദ മഹർഷി വരികയാണ്. അപ്പൊ നാരദന് ഇതൊക്കെ കണ്ടപ്പോ വിഷമമായി. ഈ ശ്രേഷ്ഠ ആത്മാക്കൾ, ശ്രേഷ്ഠ വ്യക്തികൾ ഇങ്ങനെ ദുരാചാരം ചെയ്തു കഴിഞ്ഞാൽ ഇവരെ ഫോളോ ചെയ്യുന്ന മറ്റൊരു നശിച്ചു പോകില്ലേ അല്ലെ. മോഹൻലാൽ എന്താ ചെയ്തു? അതൊക്കെ നമ്മൾ ചെയ്യും. മോഹൻലാൽ ഒരു സിനിമയിൽ വെള്ള ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ യുവാക്കൾ മുഴുവൻ വെള്ള ഷർട്ടായിരിക്കും. അതെന്താ കാരണം അറിയോ? ഈ സമൂഹത്തിൽ ഉയർന്ന ആളുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അനുകരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ്, സ്വാഭാവികമാണ് നമ്മുടെ ഒരു ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഫിലിമിൽ വെള്ള ഷർട്ട് ഇവിടെ ഒരു പേഴ്സൊക്കെ വെച്ചിട്ടൊരു സിനിമ ഇറങ്ങിയിരുന്നു. ആ ആമ്പിള്ളേർ മുഴുവനും വെള്ള ഷർട്ടും പേഴ്സ് ഇട്ടിട്ടേക്ക് നടക്കണം. ഞാൻ ചോദിച്ചു രാഷ്ട്രീയക്കാരാണ്, പക്ഷെ അങ്ങനെയല്ലാത്ത ആ സിനിമ മോഡലാണെന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഇതിന് സമൂഹത്തിലെ ഉയർച്ചയും അല്ലെ, സ്ഥാനമൊക്കെ ഉള്ളവർ എന്ത് ചെയ്താലും അത് ചെയ്യാം. അപ്പൊ അവർ നല്ലത് ചെയ്യുകയാണെങ്കിലോ അല്ലെ, അവർ ജപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അല്ലെ. അവർ ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, ജപിക്കുകയൊക്കെ ചെയ്യണം ശരിക്കും. അപ്പൊ എല്ലാ ജനങ്ങളും ഒരിക്കലും ഫാൻസ് ഒക്കെ നന്നാവും. ഇതാണ് ഇവിടെ നാരദ മഹർഷി ചിന്തിക്കുന്നത്. ഈ ശ്രേഷ്ഠ ദേവന്മാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഫോളോ ചെയ്യുന്നത് തെറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവർക്കൊരു ശാപം കൊടുത്തേ മതിയാവും അല്ലെ. ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് നാരദ മഹർഷി ശപിച്ചു വരില്ലേ. എന്താ ശപിച്ചത്? നിങ്ങൾ മരങ്ങളായി പൊട്ടി കഴിഞ്ഞാൽ അവര് സിംഹം പോലെയാണ് അല്ലേ. അവർ ഈ ലോകത്തിന്റെ രാജാവാണെന്ന് തോന്നുന്നു. അതുപോലെ എല്ലാവരും ഉപദ്രവിച്ച് വഴക്കുണ്ടാക്കി പാത്രമൊക്കെ എടുത്ത് എറിഞ്ഞ് അല്ലേ
ആ വീട്ടിലെ രാജാവിനെ പോലെ പെരുമാറും. പിറ്റേ ദിവസത്തൊക്കെ ലഹരി ഇറങ്ങാൻ വെച്ചു അല്ലേ? ഇത്രയും പഞ്ചപാവുള്ള ആൾക്കാരെ നമ്മൾ കാണില്ലേ? അതെന്താ കാരണം വെച്ചാൽ ലഹരി നമ്മുടെ ബോധത്തിന് തളർത്തുന്ന പറയുന്നത്. അതുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കരുത് പറയുന്നത്. ഇവിടെ നമ്മൾ മദ്യഷാപ്പുകൾക്ക് തുറക്കാൻ അനുമതി കൂടുതൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളെ മുഴുവൻ ബോധമില്ലാതെ ആയി കഴിഞ്ഞാലാണോ എല്ലാവർക്കും കക്കാനും അല്ലേ, എല്ലാവരും നശിപ്പിക്കാനും എളുപ്പമാണ് ബുദ്ധിയുള്ളവർക്ക്, സൂത്രക്കാർക്ക് അല്ലേ? അതാണ് ഇന്ന് നടക്കുന്നത്. കലിയുഗത്തിൽ നടക്കുന്ന കംപ്ലീറ്റ് ദോഷങ്ങളാണ്. അപ്പൊ ഈ ലഹരി ഉള്ള കാരണം ഇവർക്ക് നാരദമുനിനെ തിരിച്ചറിയാൻ പോലും പറ്റില്ല. ഒരു മഹർഷിയാണെന്ന് റെസ്പെക്ട് ചെയ്തില്ല. ഇവര് നാരദമുനിനെ അധിക്ഷേപിക്കും. നാരദമുനി ഇത് കാണാനാണ് ശപിക്കാൻ കാരണം. ഇത്രയും ബോധം പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഈ വസ്ത്രം ഇല്ലാതെ നിൽക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളപ്പോ വസ്ത്രം ഇല്ലാണ്ട് വെയിലും മഴയൊക്കെ കൊണ്ട് നിന്നോളാൻ പറഞ്ഞിട്ട് ശപിച്ചു നിങ്ങള് മരങ്ങളായി പോട്ടെ. അപ്പൊ നമ്മൾ വസ്ത്രമൊക്കെ മര്യാദയ്ക്ക് ധരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറയണേ? മരങ്ങളാവും. അപ്പൊ നമ്മൾ നല്ലോണം അല്ലെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന പോലെ വസ്ത്രങ്ങൾ ധരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയുള്ള കൈയില്ലാതെ കാലില്ലാതെ അല്ലെ. ഇനി പാൻറ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ കീറിയിട്ടുള്ള, ഞാൻ വിചാരിച്ച് ശരിക്കും കീറിയിട്ടത്, പക്ഷെ അത് അങ്ങനെയല്ല. അത്ര അതൊരു ഫാഷനാണെന്ന്. ഇവിടെയൊക്കെ കീറിയിട്ട് എല്ലാം കാണും നമ്മൾ കാല് ഉള്ളിലൊക്കെ അല്ലെ. വസ്ത്രമാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മറയ്ക്കാൻ വേണ്ടിയാണ് വസ്ത്രം ഇടുന്നത്. അത് മറച്ച് ജീവിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ ശാപങ്ങൾ കിട്ടും നമുക്ക് അല്ലേ. അപ്പോ ഇവർക്കും ആ ശാപം കിട്ടിയപ്പോ ശാപം കിട്ടിയപ്പോ ഇവർക്ക് പേടിയായി അല്ലേ. എന്താ പേടിയായി? ഇനിയിപ്പോ ഈ രൂപത്തിൽ നിൽക്കണ്ടേ, മരം രൂപത്തിൽ. അപ്പൊ മഹർഷി ഞങ്ങൾക്ക് ശാപമോക്ഷം തരണേ, ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ദേവർഷി പറഞ്ഞു 36,000 ദേവവർഷം കഴിയുമ്പോൾ ദ്വാപരയുഗം വരും. ഇപ്പൊ സത്യയുഗത്തിലാണ് നടന്നിരിക്കുന്നത് ശാപം. ദ്വാപരയുഗത്തിൽ കൃഷ്ണ ഭഗവാൻ വന്ന് അവതരിക്കും. അദ്ദേഹത്തിന്റെ സ്പർശനം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുന്നവർ അല്ലേ. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. നാശമില്ലാത്തവര്, മരണമില്ലാതെ ഭഗവാന്റെ കൂടെ ആനന്ദിച്ച് നടന്നവരാണ്. ഇതുപോലെ എന്തൊക്കെയോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. എന്താ മിസ്റ്റേക്ക്? നമുക്ക് നമ്മുടെ ബോധം വരുമ്പോഴേ ഓർമ്മ വരുള്ളൂ. മറന്നുപോയിരിക്കുക, ജന്മജന്മാന്തരമായിട്ട് മറന്നുകൊണ്ട് ജീവിക്കുക നമ്മൾ ഭഗവാനെ. അപ്പൊ നമ്മളെല്ലാവരും ഇതുപോലെ ശാപം കിട്ടിയിട്ടാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഭൂമിയിൽ വന്നവർ മുഴുവനും ശാപം കിട്ടിയിട്ടാണ്. കാരണം ഭൂമി യഥാർത്ഥ ലോകമല്ല, ഇത് ജയിലാണ്. ഭഗവാൻ താൽക്കാലികമാക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. ജയില് സ്ഥിരമായിട്ടുള്ളതാണോ? ക്രിമിനൽസ് ഉണ്ടാകുമ്പോൾ അടയ്ക്കാൻ വേണ്ടി തൽക്കാലം ഉണ്ടാക്കിയിട്ടാണ് ഗവൺമെന്റ് ഈ ജയിൽ എന്ന് പറഞ്ഞത്. അതുപോലെ കൃഷ്ണ ഭഗവാൻ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ് ഭൗതിക ലോകം, 14 ലോകം. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അടയ്ക്കാനായിട്ട്. അപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്ന് പെട്ടു എന്ന് മനസ്സിലായ, പെട്ടിരിക്കാന്ന് മനസ്സിലായ. നരക്കുണ്ട്, ചുളിയുണ്ട്, ദേഹവേദനയുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പെട്ടുണ്ട് എന്നർത്ഥം അല്ലേ. പെട്ടിട്ടില്ലെങ്കിൽ നരക്കില്ല, പ്രായം വെക്കൂല, രോഗം വരില്ല, മരണം ഉണ്ടാവില്ല. ഒരാൾ മരിക്കുന്നില്ല, രോഗങ്ങൾ വരുന്നില്ല, ജനിക്കുന്നില്ല, പിന്നെന്താണ്, പ്രായം വെക്കില്ല, ചുളിവില്ല, അതായത് സാമ്പത്തിക പ്രയാസമില്ല, ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നമ്മുടെ ഒറിജിനൽ സ്ഥലമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളോട് പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഒറിജിനൽ അവസ്ഥ ഇതാണോ? ഭഗവാന്റെ അംശങ്ങൾ. ഭഗവാൻ ശാശ്വതനായ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ അംശമായി നമ്മൾ ശാശ്വതരായിരിക്കണ്ടേ? അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് മരണം സംഭവിക്കുന്ന, രോഗം വരുന്നത്? നമ്മളെന്താ പ്രായമാണ്? കൃഷ്ണന് പ്രായമേ വരുന്നില്ല. കൃഷ്ണൻ 125 വയസ്സിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് കൃഷ്ണന് 16 വയസ്സേ ഉള്ളൂ. നമ്മൾ പക്ഷെ കൃഷ്ണൻ നമ്മുടെയൊക്കെ മുത്തച്ഛനാ. എത്രയോ ആദ്യം പുരാണ പുരുഷൻ നവ യൗവനം ചാലേ വേണും ഗുണന്തമരവിന്ദളായ ദാശം ബർഹാവതം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടിക മനീയ വിശേഷ ശോഭം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ആദ്യ പുരുഷൻ, ആദ്യം ഉണ്ടായ ആളാണ്, പക്ഷെ ഒരു പ്രായമില്ല. അവസാനം ജനിച്ച് നമ്മളൊക്കെ ഈ പ്രായം വെക്കുക അല്ലെ. 30 വയസ്സ് കഴിഞ്ഞാൽ പോയി, എല്ലാ ചന്തം പോകാൻ തുടങ്ങും അല്ലേ. പിന്നെ പ്രായം വെക്കലായി. അതെന്തുകൊണ്ടാണ് സംഭവിക്കണത്? നമ്മുടെ ഒറിജിനൽ ബോഡി അല്ലത്. ആദ്യം വന്ന കൃഷ്ണനേക്കാൾ നമുക്ക് പ്രായം വരണേ. കൃഷ്ണനാണെങ്കിൽ 125 വയസ്സായപ്പോഴും കോടിക്കണക്കിന് പേരക്കുട്ടികളുണ്ട്. ആ സമയത്ത് 16 വയസ്സായുള്ള ഒരു ബാലനെ പോലെ കൃഷ്ണൻ തോന്നിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ശരീരം അതീന്ദ്രിയ ശരീരമാണ്, സച്ചിദാനന്ദ സ്വരൂപം. നമ്മുടെ അത് തന്നെയാണ്. നമ്മളും ജീവാത്മാക്കളും ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മുടെ സച്ചിദാനന്ദ സ്വരൂപമാണ്. ഇപ്പൊ നമ്മുടെ ബോഡി പഞ്ചഭൂതങ്ങൾ. ശരിക്കും നമ്മുടെ ആത്മീയ ശരീരം എന്താണ്? സച്ചിദാന അതീന്ദ്രിയ ശരീരമാണ് അല്ലെ. ആ ശരീരം അല്ല. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ആ ശരീരം അല്ലല്ലോ. നമ്മൾ നശിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, എല്ലാം സംഭവിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ ഒറിജിനൽ ശരീരം അല്ല ഇത്. നമ്മളിവിടെ പെട്ടു. ഇനി തിരിച്ചു പോണോ? പെട്ട സ്ഥിതിക്ക് നമ്മുടെ ഒറിജിനൽ രൂപം തിരിച്ചു കിട്ടണ്ടേ? പ്രായമില്ലാത്ത, മരണമില്ലാത്ത, സദാ സന്തോഷത്തിലുള്ള അല്ലെ, ഒരു ഉത്കണ്ഠയില്ലാത്ത നമ്മുടെ ആധ്യാത്മിക ശരീരം തിരിച്ചു പിടിക്കണേ എന്ത് ചെയ്യണം? അത് ആ ഭഗവാനെ മുക്തി തരുന്ന അല്ലെ, ആ വൈകുണ്ഠത്തിലെ നാഥനെ കൃഷ്ണ ഭഗവാനെ നാമം ജപിക്കണം. അതാണ് ഇവര് ചെയ്തത്. ആര്? ഈ നാളക്കൂപ്പന്റെ മണിക്കിരീന് മരങ്ങളായപ്പോഴൊക്കെ ഒരു കാര്യം പിടിക്കേണ്ടത് അല്ലെ. എത്ര ജന്മം മരങ്ങളായി നിന്ന
പിറന്നതും എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും. അല്ലേ? പൂന്താനം പാടുന്നില്ലേ? എത്ര ജന്മങ്ങളായി നമ്മൾ നടന്നിട്ട് നമുക്ക് ഓർമ്മയില്ല. കൃഷ്ണൻ മാത്രം ഓർമ്മയില്ല. ഓരോ കഴിഞ്ഞ ജന്മം ആണായിട്ട്, അതിന് മുന്നത്തെ ജന്മം എഞ്ചിനീയർ ആയിട്ട്, അതിന് മുൻപത്തെ ജന്മം പട്ടിയായിട്ട്, അതിന് മുമ്പ് പാറ്റയായിട്ട്, പിന്നെ ആനഭാര്യ ആനമക്കളായിട്ട്, ഇങ്ങനെ പല ജന്മങ്ങൾ പല ബന്ധുക്കളായിട്ട് ജീവിച്ച് മരിച്ച് ഇവിടെ എത്തിയതാണ്. ഇനിയും തിരിച്ചു പോണ്ടേ? ഇതും പോവില്ലേ? ഇത് എപ്പോ വേണേ പോവില്ലേ? ഇന്നലെ നമ്മുടെ ഒരു ഭക്തന്റെ അമ്മാവന്റെ മോൻ 36 വയസ്സായിട്ടുള്ളൂ. ഗൾഫിൽ നിന്ന് വന്ന് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ ഈ ശരീരം പോകാൻ ഒരു സമയമില്ല. പെട്ടെന്ന് വേണമെങ്കിൽ പോകും, അല്ലെ? കുറച്ചു കാലം വേണമെങ്കിൽ നിൽക്കും. അപ്പൊ നമ്മുടെ എല്ലാത്ത ശരീരം, അപ്പൊ നമുക്ക് എപ്പോഴും നിർത്താം ഈ എടുക്ക ശരീരം. ജനിക്കാൻ മരിക്കുക. ഇതിനൊരു അവസാനം വേണ്ടേ? അല്ലെ? അതിന് അവസാനം വേണമെങ്കിൽ നമ്മള് ആത്മാവിന് ഈ ഭൗതിക അവസ്ഥയിൽ നിന്ന് മുക്തി കിട്ടി ഭഗവാൻ ലോകത്തേക്ക് പോകണം. അതിന് ഭഗവത് ചിന്ത ഉണ്ടാവണം. ഭൗതിക കാര്യങ്ങൾ ചിന്തിച്ചാൽ അവിടേക്കേ പോകുള്ളൂ. ഞാൻ മരണസമയത്ത് എനിക്ക് എതിരെയില്ലേ മീനൊക്കെ കഴിക്കണം കുട്ടിയെ എന്ന് പറഞ്ഞ് കരുതി കഴിഞ്ഞാൽ മീൻ കൊത്തി പക്ഷിയായിട്ട് ജനിക്കും. എന്താണോ അവസാനം നമ്മൾ ചിന്തിച്ച് മരിക്കണം അതന്നെയായിട്ട് ജനിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണന്റെ സുന്ദരം, അതിനാണ് ഈ ലീലകളൊക്കെ വന്ന് ആടുന്നത്. ഭർത്താവിനെ ഇഷ്ടമുള്ള സ്ത്രീകളുണ്ടാവും. അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് ദ്വാരക രാജ്ഞിമാരുടെ ഭർത്താവായിട്ട് മൂപ്പര്. നിങ്ങൾ അങ്ങനെയാണ് എന്നെ നോക്കിക്കോളൂ. ഞാനാണ് ഏറ്റവും ബെസ്റ്റ് ഭർത്താവ്. ഇനി കാമുകന്മാരെ ഇഷ്ടമുള്ളവരാണ് ഞാനാണ് ബെസ്റ്റ് കാമുകൻ വ്രജത്തില്, അല്ലെ? എനിക്ക് വരൂ. ഇനി ഉണ്ണിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്നെ പോലെ ഒരു ഉണ്ണിയെ നിങ്ങൾക്ക് കിട്ടുമോ? അല്ലെ? ഇത്രയും സുന്ദരനും കുസൃതിയായിട്ടുള്ള ഒരു ഉണ്ണി. ഏത് ഭാവമാണോ നമുക്ക് ജീവാത്മാക്കൾക്ക് ഉള്ളത് ആ ഭാവത്തിൽ കൃഷ്ണനെ കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ജപിച്ചാലേ മുക്തി കിട്ടുള്ളൂ ഈ ശരീരത്തിൽ. അല്ലെങ്കിൽ വീണ്ടും എടുക്കണം, അല്ലേ? അപ്പൊ നമ്മള് 36,000 ദേവവർഷം നാമം ജപിച്ചിട്ടാണ് അവർക്ക് മുക്തി കിട്ടിയത്. നമ്മൾ എത്ര വർഷമായി ജപിക്കാൻ തുടങ്ങിയിട്ട്? 12 വർഷം ഉണ്ണിയായിട്ട് പോയി. ഇനിയെങ്കിലും സമയം കളയാണ്ട് ജപിച്ചില്ലെങ്കിൽ വീണ്ടും ശരീരം എടുക്കേണ്ടി വരും, അല്ലേ? അപ്പൊ നമ്മളെന്താ നല്ലോണം നാമം ജപിക്കുക, അല്ലെ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഈ നാമം സ്ഥിരമായി ജപിക്കുക. ജപിച്ച് ഹൃദയത്തിൽ നമ്മുടെ മാലിന്യങ്ങളൊക്കെ പുറത്തു പോയി നമ്മുടെ കാമം ക്രോധം എല്ലാം പോയി നമ്മൾ സ്വീറ്റാവും. ഭഗവാനും ഗോപിമാരെ പോലെ തന്നെ ഭയങ്കര വെണ്ണ പോലെ മധുരമുള്ളവരായി മാറും. നമ്മള് ജപിച്ചിട്ട് അതുണ്ടാവുള്ളൂ. ദേഷ്യം പോവും നമ്മുടെ, അല്ലെ? അസൂയ പോവും, പരദൂഷണം പോവും, എല്ലാ സ്വഭാവം പോവും. സദാ ആനന്ദത്തിലാവാൻ തുടങ്ങും, അല്ലെ? എവിടെ കണ്ടാലും കൃഷ്ണനെ മാത്രം കാണാനുള്ള ഒരു അവസ്ഥ നമുക്ക് വരും. ജപിച്ചിട്ട് വരുള്ളൂ. ആദ്യമൊക്കെ ജപിക്കുമ്പോൾ എല്ലാ സ്വഭാവം നമ്മുടെ ഉണ്ടാവും. അത് എന്താ വെച്ചാൽ നിർത്താൻ പാടില്ല. വീണ്ടും ജപിക്കാം. നമ്മൾ വീണ്ടും വീഴും, വീണ്ടും നമുക്ക് ദേഷ്യം വരും. അപ്പൊ ജപമാല വെക്കാൻ പാടില്ലേ, വീണ്ടും ജപിക്കാം. അങ്ങനെ കുറെ കാലം ജപിക്കുമ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ദോഷവും പോയിട്ട് വെണ്ണ, ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണ്? വെണ്ണ. ഒരു മധുരവും ഇല്ല, അല്ലെ? പുളിപ്പുമില്ല, എരിവില്ല. അതുപോലത്തെ നമുക്ക് ദേഷ്യമില്ല, അറ്റാച്ച്മെന്റും ഇല്ല, വെറുപ്പും ഇല്ല, അല്ലെ? ഇഷ്ടവും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഓൺലി കൃഷ്ണന് മാത്രം ഇഷ്ടമുള്ള അവസ്ഥയിലെത്തും. ആ അവസ്ഥയിലാണ് നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. ആ അവസ്ഥ ഇവർക്ക് എത്തി രണ്ടുപേർക്കും. അപ്പൊ ഭഗവാനെ കിട്ടിയില്ലേ? ഭഗവാൻ സ്പർശിച്ചു, അവർക്ക് മോക്ഷം കിട്ടി തിരിച്ചുപോയി. പക്ഷേ ഗോപിയന്മാരിതൊന്നും അറിയില്ല. അവര് മഴം കുഴങ്ങി വീണ ശബ്ദം കേട്ട് ഓടി വന്ന് അവർക്ക് അറിയാൻ തുടങ്ങി, എന്റെ ഉണ്ണിക്ക് എന്ത് പറ്റി? ഭഗവാൻ എന്താ യശോദ നീ എന്ത് പണിയാ ചെയ്തു വരും നന്ദഗോപുരല്ലേ? ഇങ്ങനെ ഉണ്ണിനെ കെട്ടിടാൻ പാടോ? മോശമായില്ലേ? ഉണ്ണി അപ്പോഴേക്കും അതെ അച്ഛൻ എന്നെ കെട്ടിട്ടു. അപ്പോഴേക്കും നന്ദഗോപുരനെ അവിടെ സോപ്പിട്ടു. നന്ദഗോപുരം വേഗം ഉണ്ണിനെ വാരിയെടുത്തു, അല്ലേ? ഇതിന് ദൃഷ്ടിദോഷം പറ്റിയിട്ടുണ്ടാവും എന്നാണ് അവര് വിചാരിക്കുന്നത്. ഭഗവാന് ദൃഷ്ടിദോഷം പറ്റില്ല. ഭഗവാന് ദൃഷ്ടിദോഷം പറ്റുമോ? അല്ലെ? അവന്റെ ഒരു പിരികം കൂടി ചലിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് സംഹരിക്കാനുള്ള ശക്തിയുള്ള കൃഷ്ണനാണ്. അവനെ ദൃഷ്ടി ആര് ചെയ്യാനാ? അല്ലെ? കാമദേവൻ ഒന്ന് ദൃഷ്ടി നോക്കിയതാണ്. അവൻ മയങ്ങി വീഴും കാമദേവൻ അമ്പ് ചെയ്യാൻ വേണ്ടി കൃഷ്ണനെ.
അങ്ങനെയുള്ള ഭഗവാനാണ് അല്ലെ. എന്നാലും പക്ഷെ ഗോപിമാർക്ക് പ്രേമം കാരണം അവര് ഇദ്ദേഹത്തിന്റെ ദൃഷ്ടി പോകാനായിട്ട് പശുവിന്റെ വാല് കൊണ്ട് ഒഴിഞ്ഞു. പിന്നെന്താ ചെയ്തത്? അവര് ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചു. പിന്നെ ചാണകവെള്ളം കൊണ്ട് തെളിച്ചു. ഇതിന്നൊക്കെ നമുക്ക് പിടിയിട്ടുണ്ട്. ചാണകവെള്ളം, പശുവിന്റെ വാല്, ഗോമൂത്രം ഒക്കെ നമ്മളെ ശുദ്ധീകരിക്കും കേട്ടോ. അപ്പൊ അതാണ് അവര് ചെയ്തത്. അവസാനം ഇവർ ദൃഷ്ടിദോഷം പോകാനായിട്ട് തിരിയില്ലേ, നെയ് തിരി കൊണ്ട് ഇവർ ഒഴിയാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ ചിരി വരും അല്ലേ, സന്തോഷമേ. അദ്ദേഹത്തിന് അറിയാം ഞാൻ ഈശ്വരനാണ്. പക്ഷെ ഇവരുടെ പ്രേമം, ഇവരുടെ ഈശ്വരനാണെന്നേ അറിയുന്നില്ല. എന്റെ ഉണ്ണി എന്ന് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യണത്. അപ്പൊ അവരുടെ ഈ ഗോപിമാരുടെ പ്രേമം കണ്ടപ്പോൾ ഭഗവാൻ വളരെ പ്രസന്നനായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു മാസം. ഇവരൊക്കെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. എന്റെ ഈ ഗോപിമാർക്ക് അല്ലെ, പാവം പ്രേമം ചെയ്യണവർക്ക് അല്ലെ, ഈ ഇഹത്തിലും പരത്തിലും സുഖം ഉണ്ടാവട്ടെ, ഈ ലോകത്തിലും അവർ സൂഹിക്കട്ടെ അല്ലെ. ഈ ജന്മം കഴിഞ്ഞവരെല്ലാവരും എന്റെ ലോകത്ത് ഭഗവാൻ ലോകത്തേക്ക് വരട്ടെ എന്നാണ് ഭഗവാൻ അനുഗ്രഹിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ മേഴ്സി കിട്ടാനായിട്ട് ഭഗവാന്റെ ഈ മാസം നവംബർ 5 വരെ നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാനെ ഇതുപോലെ പ്രേമിച്ചിട്ട് അല്ലെ, ഇങ്ങനെ ഭഗവാൻ എന്റെ ഉണ്ണിയാണല്ലേ, എന്റെ ഭർത്താവാണ് അല്ലെ, ഏത് ഭാവത്തിലാണ് കാണുന്നത്, എന്റെ ഫ്രണ്ടാണ്, ചിലപ്പോൾ ഫ്രണ്ടായിട്ടാണ് കാണാം അല്ലെ. അങ്ങനെ കണ്ടിട്ട് ഭഗവാനെ നമ്മൾ ആരതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഹപര സുഖം എന്താ പറയും അല്ലെ. കൃഷ്ണ ഭക്തർക്ക് ഇഹത്തിലും പരത്തിലും സുഖം. കാരണം അവർക്ക് ഒന്നും ആഗ്രഹമില്ല. കൃഷ്ണനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, സുഖമില്ലേ. ഈ ആഗ്രഹം വരുമ്പോഴല്ലേ ദുഃഖം വരുന്നത് അല്ലെ. അത് കംപ്ലീറ്റ് പോകും കൃഷ്ണനെ കിട്ടിയ ആൾക്കാർക്ക്. അപ്പൊ ഈ ലോകത്തിൽ സുഖിച്ചവർ ജീവിക്കും. മരണസമയത്ത് നാമം ജപിച്ചുകൊണ്ട് ഗോലോകത്തിലേക്ക് പോകും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ലീല. ഈ ലീലയാണ് ഇപ്പൊ ഗോവർദ്ധന ലീല. നമ്മൾ ഗോവർദ്ധനത്തിന് കണ്ടല്ലോ അല്ലെ. ഇനി നമ്മൾ ദാമോദര ലീല, ദാമോദരനെ ആരതി ചെയ്യാൻ പോകണം എല്ലാവരും. ഭഗവാന്റെ പാദത്തിൽ മാതാജി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എല്ലാവർക്കും ഭഗവാന്റെ പാദത്തിൽ 4 തവണ, നാഭിയിൽ 2 തവണ, മുഖത്ത് 3 തവണ, മൊത്തം 7 തവണ നമ്മൾ ഭഗവാൻ ഒഴിയുക. ഭഗവാനെ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. രാധേ രാധേ.